ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? അതന്നെ ഈ പുട്ടും കടലക്കറിയും, പുട്ടും പൊറാട്ടയും ബീഫും, അതുപോലെ പണ്ടുള്ളൊരൈറ്റാലേ പൂളയും മത്തിയും. പണ്ടേ പൂളയും മത്തിയും തന്നെയല്ലേ, പിന്നല്ലേ ബീഫും ഒക്കെ വന്നത്, പൂളയൊക്കെ വന്നത്. അപ്പോൾ സംഭവം അതന്നെ. നല്ല അടിപൊളി കുഞ്ഞുമത്തി കിട്ടി, നല്ല ഫ്രഷ് കുഞ്ഞുമത്തി. പിന്നെ ഒന്നും നോക്കില്ല, നേരെ പോയി ഒരു കഷ്ണം പൂള വാങ്ങിക്കൊണ്ട് വന്ന് പിന്നെ അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഞങ്ങൾ ചെയ്തത് പൂളയും മത്തിയും അവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തത്. അവരൊന്നായപ്പോൾ അവർക്ക് വേണ്ടിയ എല്ലാ പൂക്കളും ഞങ്ങൾ ഇറങ്ങി കൊടുത്തു. ഞാൻ തേങ്ങ തിരുമിയതും തേങ്ങ ഒതുക്കിയതും അങ്ങനെ അവർ പൂർണ്ണമായി ഒന്നാകാൻ വേണ്ടിയതാ. കുറച്ച് കടുക് വറയും കൂടി ഇട്ടപ്പോൾ അവർ പൂർണ്ണമായി ഒന്നായി. ഇനി എന്താ, ഇനി അത് തൊണ്ടേ കുടുങ്ങാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടൻ ചായ. അതാണല്ലോ അതിൻ്റെ ഒരു അതന്നെ സംഭവം. റബ്ബേ, മത്തി നല്ലതായത് കൊണ്ടാണോ പൂള നല്ലതായത് കൊണ്ടാണോന്ന് അറിയില്ല, അവരുടെ രണ്ട് പേരുടെയും കോംബോ എന്ന് വെച്ചാൽ അവർ മിശ്രിതം നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ കിട്ടി. അപ്പോൾ മത്തിക്കറി അങ്ങനല്ലേ പറയാ, അല്ലെ പൂളക്കറിയോ, എന്തായാലും സംഭവം ഇത് അടിപൊളിയാണ് കേട്ടോ. ഒരു 11:30 ചൂടോടെ കട്ടൻ ചായ ഇതും കഴിക്കാൻ അതൊരു ഒന്നൊന്നര പൊളി സാധനമാണ് കേട്ടോ. ഈ ബീഫും പൊറാട്ടയൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.